ഈ സ്പിരിച്വൽ ഒരു മേഖലയിലേക്ക് വരുന്നത് ഡോക്ടർ വിജയലക്ഷ്മി പാണ്ഡ്യൻ്റെ പവർ ഓഫ് തോട്ട്സ്, പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. ഒരു പാത്ത് ബ്രേക്കിംഗ് കോഴ്സ് എന്ന് പറയാനുള്ളത് എനിക്ക് തോന്നുന്നു കനകധാരയായിരിക്കും. കനകധാരയാണ്. കനകധാര ഹാസ് ക്രിയേറ്റഡ് ലോട്ട്സ് ഓഫ് ചേഞ്ച് ഇൻ പീപ്പിൾസ് ലൈഫ്. വേർഡ്സ് ഓഫ് പവർ. വേർഡ്സ് ആ പവർ, വേർഡ്സ് ആ ശക്തി. നമ്മൾ പറയുന്ന ശക്തി എന്ന് പറഞ്ഞാൽ വാഗ്ദേവിയാണ്. പേഴ്സൺ ഇസ് റിച്ച് ഓർ നോട്ട് സോ റിച്ച്, വേർഡ്സ് ആർ പവർ. നമ്മുടെ സമൂഹത്തിൽ പണം ഒരു വലിയൊരു കൊലപാതകിനെ പോലെ പല ആൾക്കാരും കാണാം. പണം സമ്പാദിക്കുന്നത് വലിയ തെറ്റ് പോലെ. പക്ഷേ മാം എപ്പോഴും പറയുന്നത് യു നീഡ് മണി, യു ഷുഡ്. വേദ ഡസ് നോട്ട് അപ്രൂവ് ഓഫ് ദാറ്റ്. വേദത്തിൽ ഭാഗ്യസൂക്തം, ഐക്യവത്യ സൂക്തം, ഏത് സൂക്തം എടുത്താലും ധനം സമ്പാദിക്കാൻ, ധനം, ആരോഗ്യം, നല്ല റിലേഷൻഷിപ്പ്. വെൻ യു ഗിവ് മണി ടു പീപ്പിൾ, they can pay, they are rich. അവർ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് എടുക്കണമെങ്കിൽ let them flourish and let them pay back. നമസ്തേ. നമസ്തേ. നമസ്തേ മാം. നമ്മൾ ഒരുപാട് എന്താ പറയുക കണ്ടു, സംസാരിച്ചു. തീർച്ചയായും ഇന്നാണ് ഒരു അവസരം കിട്ടിയത്. എന്താ പറയുക നമ്മളെ സ്റ്റുഡിയോയിലേക്ക് വരാനും നമ്മൾക്ക് സംസാരിക്കാം. മാമിൻ്റെ ഒരു ഇപ്പം ഞങ്ങളെല്ലാവരും കൃഷ്ണമണി മാം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആക്ച്വൽ ഫുൾ പേരെന്താണ് മാമിൻ്റെ? കൃഷ്ണമണി CV, ചേലക്കാട്ട് വാസവൻ. അച്ഛൻ്റെ വീട്ടുപേരാണ് ചേലക്കാട്ട്, വാസവൻ അച്ഛൻ. അതാണ് മെയ്ഡൻ നെയിം. അപ്പം ഈ ഒരു ട്രെയിനിങ് മേഖലയിലേക്ക് ഇപ്പം എനിക്ക് തോന്നുന്നൊരു മോർ ദാൻ ഒരു ഡെക്കേഡായിപ്പം ട്രെയിനിങ് തുടങ്ങി. ഡെക്കേഡല്ല, 98 മുതൽ തുടങ്ങിയതാണ് ട്രെയിനിങ്. ട്രെയിനിങ്, കോർപ്പറേറ്റ് ട്രെയിനിങ്, അങ്ങനെ ട്രെയിനിങ് ഒരു 98 മുതൽ. ഇംഗ്ലീഷ് മറ്റേ MA ഇംഗ്ലീഷ് കഴിഞ്ഞ ശേഷം MA ഇംഗ്ലീഷ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹൈറേഞ്ച് സ്കൂൾ, ടാറ്റാറ്റിയുടെ ഹൈറേഞ്ച് സ്കൂളിൽ വർക്ക് ചെയ്യുമായിരുന്നു. അവിടെ UKG മുതൽ അങ്ങനെ 12th സ്റ്റാൻഡേർഡ് വരെ 7 ഇയേഴ്സ്. അവിടെ വെച്ചാണ് നമ്മൾ ശരിക്കും ഓരോരോ ട്രെയിനിങ് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യാൻ. ട്രാൻസെൻഡൻ്റൽ മെഡിറ്റേഷൻ, പിന്നെ ട്രാൻസാക്ഷൻ അനാലിസിസ് ഒക്കെ അവിടെ ഒത്തിരി ട്രെയിനിങ് പ്രോഗ്രാംസിന് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ചോയ്സ് സ്കൂളിലേക്ക് വന്നു. 7 വർഷം അവിടെയും. അവിടെ വെച്ചിട്ട് ഈ HR പ്രോഗ്രാമൊക്കെ ചെയ്യാൻ, പ്രോസസ് അണ്ണി തെറപ്പൻ്റെ. അപ്പം അങ്ങനെ ഒരു ടീച്ചറായിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു വേറൊരു മേഖലയിലേക്ക് കടക്കാനായിട്ടൊരു ഹൈബ്രിഡ് മെത്തേഡിലാണ് മാം പഠിപ്പിക്കുന്നത് എനിക്ക് തോന്നിയില്ല. കാരണം ഒരു സ്പിരിച്വാലിറ്റിയും കൂടി അതിൽ ആദ്യ കാലങ്ങളിൽ അതുണ്ടായിരുന്നില്ല. ആദ്യകാലങ്ങളിൽ പ്യോർലി എന്താ പറയുക ലീഡർഷിപ്പ് പ്രോഗ്രാംസ്, മോട്ടിവേഷണൽ ടോക്സും HR പ്രോഗ്രാംസ് അങ്ങനെയായിരുന്നു. കോർപ്പറേറ്റിലെടുത്ത് സ്കൂളിൽ ടീച്ചേഴ്സിന്, പിന്നെ കൊളീഗ്സ് ഒത്തിരി സപ്പോർട്ട് ചെയ്തു. ഞാൻ പഠിപ്പിച്ച സ്കൂൾസിൽ, ഹൈറേഞ്ച് സ്കൂളിലും ചോയ്സ് സ്കൂളിലും എനിക്കൊത്തിരി ഓപ്പർച്യൂണിറ്റീസ് തന്നു. എൻ്റെ കൊളീഗ്സ് ഒത്തിരി പേര് അറ്റൻഡ് ചെയ്യും പ്രോഗ്രാംസ്. നമ്മൾ കുറച്ച് പേര് പോയി അറ്റൻഡ് ചെയ്യും. തിരിച്ച് ഇവിടെ വന്ന് ഇവർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് എൻകറേജ് ചെയ്ത് പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിട്ട് നമ്മളങ്ങനെ എടുക്കും. അപ്പോൾ അത് തന്നെ വലിയൊരു മോട്ടിവേഷനായിരുന്നു. നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ളത്, സ്കൂളും മാനേജ്മെൻറ്റും ഒക്കെ നമുക്ക്. അത് കഴിഞ്ഞ് ആണ് പതുക്കെ ചോയ്സ് സ്കൂളിൻ്റെ തന്നെ ഒരു ചോയ്സ് ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു. അവിടെയാണ് ആദ്യമായിട്ട് കോർപ്പറേറ്റ് ട്രെയിനിങ്ങിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഒരു 2005 ഞാൻ ഈ സ്പിരിച്വൽ ഒരു മേഖലയിലേക്ക് വരുന്നത് ഡോക്ടർ വിജയലക്ഷ്മി പാണ്ഡ്യൻ്റെ പവർ ഓഫ് തോട്ട്സ്, പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പോൾ അത് കേട്ടപ്പോൾ വളരെ കൗതുകം തോന്നി. നമ്മൾ പഠിച്ചൊരു മേഖലയല്ല. അപ്പം അതുവരെ നമ്മളങ്ങനെ ഒരു സ്പിരിച്വലി നമ്മൾ ഇവോൾവ് ഒക്കെ ആണെങ്കിൽ പോലും നമ്മളങ്ങനെ സ്പിരിച്വലായിട്ട് അറിയപ്പെടുന്ന രീതിയിലല്ല. ഒരു ട്രെയിനർ അല്ലെങ്കിൽ ഒരു റിസോഴ്സ് പേഴ്സൺ അങ്ങനെയാണ് അഡ്രസ്സ് ചെയ്തിരുന്ന ആളുകൾ. അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ അത് കുറേ ലെവൽസ് ഉണ്ട് മാമിൻ്റെ. അങ്ങനെ അറ്റൻഡ് ചെയ്തപ്പോൾ നമ്മൾക്ക് ആ ഒരു ഗുരു പരമ്പരയൊക്കെ ഉണ്ട്. നമുക്ക് നമ്മളുടെ സംസ്കാരം മറ്റൊന്നാണ്. അപ്പോൾ അത് പിന്നെ ഈ ഒരു ലേണിങ്ങും മെത്തഡോളജിയും ഒക്കെ പഠിച്ചതുകൊണ്ട് ഇത് രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ. എനിക്ക് തോന്നുന്നു മാം ഹാസ് ക്രിയേറ്റഡ് യുവർ ഓൺ കോഴ്സസ് ലൈക്ക്. യെസ്, അതാണ് ഞാൻ ഈ മാമിനെ പരിചയപ്പെടുന്നത് ഒരു കല്യാണത്തെ വെച്ച് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. അപ്പം എനിക്ക് മാമിനെ റെഫർ ചെയ്യുന്നത് മാമിൻ്റെ സ്റ്റുഡൻസാണ്. എപ്പോഴും മാമിൻ്റെ ഈ ഫെയിമും എല്ലാം മറ്റുള്ള ആൾക്കാരുടെ ലൈഫിലുണ്ടായ ട്രാൻസ്ഫോർമേഷൻസാണ്. അവരാണ് ടെസ്റ്റിമണി മാമിൻ്റെ. അല്ലാതെ അവരാണ് ഞാൻ അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു ഉമ്മാനെ നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പം ഉമ്മ അങ്ങനെ പറഞ്ഞു, അങ്ങനെ നമ്മൾ മാമിലേക്ക് എത്തുന്നത്.
അപ്പോൾ ഇത്രയും ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാക്കുന്ന ഈ കോഴ്സുകൾ എന്ന് പറഞ്ഞു ഇതിൽ ഏറ്റവും പ്രൈമായിട്ട് മാം ഒരു പാത്ത് ബ്രേക്കിംഗ് കോഴ്സ് എന്ന് പറയാനുള്ളത് എനിക്ക് തോന്നുന്നു കനകധാരയായിരിക്കും. കനകധാരയാണ്. കനകധാര ഹാസ് ക്രിയേറ്റഡ് ലോട്ട്സ് ഓഫ് ചേഞ്ച് ഇൻ പീപ്പിൾസ് ലൈഫ്. Yeah. അപ്പം എനിക്കങ്ങനെ ആളുകൾ ഞാൻ ഇതിലേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് നമ്മൾ വേറൊരു ലോകത്തായിരുന്നു ആക്ച്വലി. ഞാനൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ 5 സ്റ്റാർ ഹോട്ടലിൽ മാത്രം ക്ലാസ് എടുത്ത് അല്ലെങ്കിൽ നമ്മളൊരു ക്ലാസ് കഴിയുമ്പോൾ കോർപ്പറേറ്റ് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് ഇത് വന്നപ്പോഴേക്കും ഐ റിയലി ഫെൽ ദാറ്റ് ദ സൊസൈറ്റി നീഡ്സ് ഇറ്റ്. അപ്പം നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ മാത്രം നിന്നാൽ നമ്മൾ അന്നത്തെ ഒരു ഫീസ് എന്നൊക്കെ പറയണത് ഇറ്റ് വാസ് സോ ഹൈ. ഈവൻ നമ്മൾ പോയി അറ്റൻഡ് ചെയ്യണതും അങ്ങനെ തന്നെയാണ്. നമുക്കങ്ങനെ അല്ലാതെ ഒരു ഫ്രീ കോഴ്സ് അങ്ങനെയൊന്നും നമ്മൾ ജീവിതത്തിൽ ആ കാലഘട്ടത്തിൽ അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പോഴാണ് ഐ റിയലി ഫെൽ ദാറ്റ് ലോട്ട്സ് ഓഫ് പീപ്പിൾ. പിന്നെ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി, ഇൻഫോവിഷൻ എന്ന് പറഞ്ഞിട്ട്, ദാറ്റ് ഈസ് ഫോർ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആൻഡ് IELTS. അപ്പോൾ അവിടെ ഐ കുഡ് സീ ദ റിയൽ നീഡ് ഫോർ പീപ്പിൾ, നീഡ് ഓഫ് ദി അവർ. അവർക്ക് എന്ന് വെച്ചാൽ വൺ തിങ് പീപ്പിൾ നീഡ് ഈസ് ഡെഫിനറ്റ്ലി നല്ല റിലേഷൻഷിപ്സ് വേണം. രണ്ടാമത് അവരുടെ ആരോഗ്യം, പിന്നെ മണി, റിച്ച്നെസ് എന്ന് വെച്ചാൽ it's not for just amassing wealth, it's abundance, and that too they need to live in a prosperous way. അതാണ് ഡോക്ടർ വിജയലക്ഷ്മി പാന്തിൻ്റെ നിന്ന് അബണ്ടൻസ് കോൺഷ്യസ്നെസ് എന്നുള്ള വാക്ക് തന്നെ ആദ്യം കേൾക്കണം അവിടെ നിന്ന്. അബണ്ടൻസ് കോൺഷ്യസ്നെസ്. അപ്പോൾ ഈ പ്രകൃതി അല്ലെങ്കിൽ ദിസ് ഹോൾ യൂണിവേഴ്സ് ഇസ് ഫുൾ ഓഫ് അബണ്ടൻസ്. അത് നമ്മളെങ്ങനെ നമ്മളത് നമ്മളിലേക്ക് കൊണ്ടുവരും. നമ്മളത് ഇറ്റ്സ് നോട്ട് ഓൺലി എക്സിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വി ആർ ടേക്കിംഗ് ഇറ്റ് ബാക്ക്. സോ വി ഗിവ്. അപ്പോൾ അതിന് എന്തൊക്കെ ചെയ്താലാണ് ദെൻ വി ഓൾസോ റിയലൈസ് ദാറ്റ് വി നീഡ് ടു ഹാവ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. അതുവരെ നമുക്ക് എന്തിനോടൊരു നോൺ പോസിറ്റീവ് അപ്രോച്ച് ഉണ്ട്, നോൺ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ചിലത് നല്ലതാന്ന് പറയും, ചിലത് നല്ലതല്ല എന്ന് റിസീവ് ചെയ്യാനുള്ള ഒരു ഫേസ് അത് നമ്മൾ ഒക്യുപ്പൈ ആയി കഴിഞ്ഞാൽ നമുക്ക് റിസീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അത് സണ്ണി തെരപ്പൻ സാറാണ് ശരിക്കും എന്താണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഹൗ ടു ബി പോസിറ്റീവ് ഇൻ ലൈഫ് ഇൻ എവറി സിറ്റുവേഷൻ. അപ്പോൾ അത് ഭഗവത്ഗീതയിൽ പറയുന്നത് നമുക്ക് സമബുദ്ധി വേണം. We need to have സമബുദ്ധി. whatever it is we need to accept the situation as it is and then transcend. സമബുദ്ധി, പ്രസാദ ബുദ്ധി എന്നൊക്കെ ഇവിടെ പറയണു. അവിടെ നമ്മൾ പറയണു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അങ്ങനെ. അപ്പോൾ അതൊക്കെ എല്ലാം നോക്കുമ്പോൾ അവിടെ ഒരു കോറിലേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇതിലേക്ക് വരാൻ തുടങ്ങി. പിന്നെ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി ഭാവം. നമ്മളിവിടെ ഇന്ന് ഇരിക്കുന്നുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും ആൾക്കാർ ചെയ്യാൻ പറയുന്നതും അതെ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. പോസിറ്റീവ് attitude of gratitude with positive attitude. Attitude of gratitude is there, but then people with positive attitude is very much not important. It is inevitable for the universe. Forgetting abundance. Getting abundance. നമ്മൾക്ക് ഇപ്പം ഐ ക്യാൻ സേ ദ ഓക്കെ ഐ എം റിച്ച്, ഐ എം റോയൽ. അതാണ് ആദ്യം നമ്മൾ തുടങ്ങിയത്. ഐ എം അഫർമേഷൻസ്. ഐ എം റിച്ച്, ഐ എം റോയൽ, ഐ എം ഹെൽത്തി. അപ്പോൾ അങ്ങനെ നമ്മൾ എൻഡ് റിസൾട്ട് കാണാൻ തുടങ്ങി. We only see the end result. And അത് നമ്മുടെ റൈറ്റ് ബ്രെയിനാണ്. അപ്പോൾ ലോജിക് കൊണ്ട് നമുക്കതിന് പറയാൻ പറ്റില്ല. ദിസ് ഇസ് ഫ്രം എ മെറ്റഫിസിക്കൽ വേൾഡ് വേർ യു കനോട്ട് അപ്ലൈ ദ ലോജിക് ഓവർ ദ, ബട്ട് വി നീഡ് ടു ഹാവ് ദി ലോജിക്കൽ മൈൻഡും ലെഫ്റ്റ് ബ്രെയിനിൻ്റെ വേണം. അതാണ് ശരിക്കും ഒരു ജപക്രമമാണ് ഈ അയാം എന്നുള്ള കോൺസെപ്റ്റ്. പക്ഷേ വൺസ് യു ആ ഡെസ്റ്റിനേഷനിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ യു നീഡ് ടു ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ്. പിന്നെ നമുക്ക് ഫെയ്ത്ത് അബ്സല്യൂട്ട് ആയിരിക്കണം. പിന്നെ സ്ലോലി ഐ റിയലൈസ് ദാറ്റ് വി നീഡ് എ ഗുരു ഇൻ അവർ ലൈഫ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുരു വേണം. നമുക്കൊരു ഗുരു ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു മെറ്റമോർഫോസിസ് ആയിരുന്നു. ഒരു പ്യൂപ്പയിൽ നിന്ന് ബട്ടർഫ്ലൈ ആകുന്ന ഒരു ടോട്ടലി ഡിഫറെൻറ്റ് കൃഷ്ണമണിയായി മാറി. നെയിം ഇസ് കൃഷ്ണമണി സ്റ്റിൽ, ബട്ട് ദെൻ people call you കൃഷ്ണമണി മാം. എല്ലാവരും കൃഷ്ണമണി മാം, കൃഷ്ണ. ഇതിനടുത്ത് എനിക്ക് തോന്നുന്നു ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞത്, ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, മാം ഒരിക്കലും നെഗറ്റീവ് എന്ന് പറയില്ല, പോസിറ്റീവ് അല്ലാത്തതെന്ന് ഞാൻ പറയാറുള്ളൂ. ആദ്യകാലങ്ങളിൽ പറഞ്ഞിരുന്നു നെഗറ്റീവ് എനർജി എന്നൊക്കെ. പിന്നെ നമ്മൾ മനസ്സിലാക്കി our words also have to have positive connotation. So words are power. Words are power. വേർഡ്സ് ആ ശക്തി. നമ്മൾ പറയുന്ന ശക്തി എന്ന് പറഞ്ഞാൽ വാഗ്ദേവിയാണ്. അത് ആര് പറഞ്ഞാലും, ഇപ്പോൾ പ്രേംജി പറഞ്ഞാലും മാം പറഞ്ഞാലും whoever it is, the person is rich or not so rich, words are power.
പവറിന് നമ്മൾ പറയുന്നു, നമ്മൾ പറയും എവറിത്തിങ് ഇസ് എനർജി. ഇപ്പം ബുക്കുകളൊക്കെ ഒത്തിരി വായിച്ചു, സീക്രട്ട് വായിച്ചു, ആ സീക്രട്ടിന് മുൻപ് ആസ് യു തിങ്ക്, ഇതെല്ലാം സബ് കോൺഷ്യസ് പവർ, കോൺഷ്യസ് മൈൻഡ്, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, ഇതങ്ങനെ പുസ്തകങ്ങൾ. പിന്നെ ഒരു പുസ്തകങ്ങളുടെ ലോകത്തായിരുന്നു. പിന്നെ ക്ലാസ്സുകൾ എവിടെ പോയും ക്ലാസ് അറ്റൻഡ് ചെയ്യും. അങ്ങനെ ഒരു ലോകം, അങ്ങനെ ഒരു അറിവിൻ്റെ ലോകത്തേക്ക് പോകുമ്പോൾ ടോട്ടലി ഡിഫറെൻറ്റ്. എവരിബഡി അപ്പോൾ പിന്നെ നമ്മൾ മനസ്സിലാക്കി എന്താ, ഹെൽത്ത് വേണം. അപ്പോൾ ഹെൽത്തിന് എങ്ങനെ ഒരു പേരിട്ടു സിംഫണി, എവറിത്തിങ് മൈൻഡ് സോൾ ഇത്. അപ്പോൾ എന്താണ് പിന്നെ നമ്മൾ റിച്ച്നെസ്സിന്, അപ്പോൾ കനകധാര, അത് കനകധാര എന്താ പറയുക, ഒരു കുഞ്ഞു നെല്ലിക്ക, അതാണ് നമ്മളുടെ ഒരു അറിവ്. ഫിസിക്കൽ തലത്തിൽ എടുക്കുവാണെങ്കിൽ നമ്മളുടെ അറിവ് എന്താ, അതിനേക്കാളും എന്താ പറയണേ, നമ്മൾ ആദ്യ ദൈവിക തലത്തിൽ പോകുമ്പോൾ അതൊക്കെ മാറി, അർത്ഥമൊക്കെ മാറും. പക്ഷെ ഭൗതിക തലത്തിൽ സാധാരണ ആളുകൾ മനസ്സിലാക്കുമ്പോൾ എന്താ, ഒരു കുഞ്ഞു നെല്ലിക്ക് ഒരു അമ്മ കൊടുത്തു, ശങ്കരാചാര്യർ കനകം വർഷിച്ചു എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ കൊടുത്താലാണ് കിട്ടുന്നത്. പക്ഷെ നമ്മൾ കൊടുക്കുമ്പോൾ ഹൗ യു ഷുഡ് ഗിവ്, യദ്ഭാവം തദ്ഭവതി. അപ്പം മഗ്നാനിമിറ്റി, നാരികാറ്റോ, നന്ദി ഭാവത്തോടെ കൊടുക്കുക, കൊടുക്കും തോറും ഏറിടും, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ പല സ്ഥലത്തുനിന്ന്. ലൂയിസെ പവർഫുൾ, വെരി പവർഫുൾ. എനിക്ക് തോന്നുന്നു, ഞാൻ എൻ്റെ പ്രൊമോഷൻ കാലത്തൊക്കെ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ കോൺഷ്യസ്ലി അല്ലെങ്കിൽ സബ് കോൺഷ്യസ്ലി, ഇപ്പോൾ മാം പറഞ്ഞല്ലോ ഈ വേർഡ്സ് ആർ പവർഫുൾ. അപ്പോൾ ചില സമയത്ത് നമ്മൾ കൂട്ടുകാർ പറയുന്നതോ അല്ലെങ്കിൽ വീട്ടുകാർ പറയുന്നതോ ഒക്കെ നമ്മൾ അറിഞ്ഞും അറിയാതെയും കേട്ടത് നമ്മളെ മനോമണ്ഡലങ്ങളിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും നമ്മളെ പല കാര്യം. ഇറ്റ്സ് ലൈക്ക് ബ്ലോക്കേജ് എന്നാണ് സാധാരണ എനർജി ഹീലേഴ്സ് പറയുന്നത്. ആ ബ്ലോക്കേജിനെ മാറ്റിയത് എനിക്ക് തോന്നുന്നത് ലൂയിസയുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കണ്ടിന്യൂസ്, and she's like, you know, transform many നോട്ട് ഓൺലി ലൂയിസ്. ഇപ്പം ഇന്ന് നോക്കുവാണെങ്കിൽ പിന്നെ ഗ്രeg ബ്രാഡൻ, then ഇപ്പോൾ ജോ ഡിസ്പെൻസ is continuously talking about it. പിന്നെ ബോബ് പ്രോക്ടർ 64 മുതൽ he has been reading every day Think and Grow Rich, Napoleon Hill. And Think and Grow Rich is one of the amazing books. പിന്നെ ആരാണ്, ജോസ് സിൽവ മെത്തേഡ് ഓഫ് മെഡിറ്റേഷൻ. ഇപ്പോഴാണ് നമ്മൾ തുടങ്ങിയത് സിൽവയിലാണ്. സിൽവ മെഡിറ്റേഷൻ, ടെസ്ലയുടെ 369 കോഡ്. 369 കോഡ് എന്താന്നൊക്കെ നമുക്കറിയില്ല. പിന്നെ ഏഞ്ചൽ നമ്പേഴ്സ്, ഏഞ്ചൽസൊക്കെ ശരിക്കും നമുക്ക് അറിയാം. ദേ ആർ ദേർ വിത്ത് അസ്. നോട്ട് ഓൺലി ഏഞ്ചൽസ്, നമ്മുടെ ദേവീ ദേവന്മാർ, ദേ ആർ ദേർ. എനർജി എന്ന് പറഞ്ഞ ശക്തിയാണ്. ഇപ്പം നമ്മൾ പറയുന്നു ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി, നവരാത്രി എന്ന് പറയുമ്പോൾ ലക്ഷ്മി, സരസ്വതി, ദുർഗ, എവറിത്തിങ് ഇസ് അസോസിയേറ്റഡ്, എവറിത്തിങ് ഇസ് കണക്റ്റഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് എവറിത്തിങ് ഇസ് എനർജി, E=mc² എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ല, അതൊരു കാലം. അത് കഴിഞ്ഞപ്പോൾ ശക്തി എന്താ, ദർ ആർ ഓൺലി 2 മെയിൻ ശക്തീസ്, ദൈവിക ശക്തി, ദൈവികമല്ലാത്തത്. അതാ പ്രേംജി പറഞ്ഞത്, ആസുരികൻ എന്ന് പറയാം നമുക്ക്. വി ക്യാൻ സേ അസുരന്മാർ, ദേവന്മാരെന്ന് പറയാം. അപ്പോൾ വി തോട്ട് ദാറ്റ് കുറേ ആൾക്കാർ ഇങ്ങനെ കുംഭമൊക്കെ ഉള്ള കുറേ ആൾക്കാർ അസുരന്മാർ. പക്ഷെ നമ്മളിലെ ഡീമൻസ്, നമ്മളിൽ ഉണരുന്ന ശക്തി. അപ്പോൾ അത് പിന്നെ എന്താ പറയുക, ഡേവിഡ് ഹോക്കിൻസിൻ്റെ സ്കെയിൽ ഓഫ് കോൺഷ്യസ്നെസ് വെച്ചപ്പോഴാണ്, അത് മനസ്സിലാക്കിയപ്പോഴാണ് നമ്മുടെ ഇമോഷൻസ് ആർ ശക്തി. അപ്പോൾ ദൈവീക ശക്തി, ഇപ്പോൾ എനിക്ക് നല്ല സ്നേഹം തോന്നുവാണെങ്കിൽ എന്നിൽ സ്നേഹശക്തി ഉണരുന്നു. ധൈര്യശക്തി, നമ്മൾ പറയില്ലേ ധൈര്യലക്ഷ്മി, സന്താനലക്ഷ്മി, വിദ്യാലക്ഷ്മി, വീര്യലക്ഷ്മി. എനർജി എന്ന് പറഞ്ഞത് ശക്തിയാണ്. ആ ശക്തി ഡിവൈൻ ആവാം, നോൺ ഡിവൈൻ ആവാം. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു 5D കോൺഷ്യസ്നെസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ 3D വേൾഡ്, ഈവൻ ദോ ഐ ഡോണ്ട് യൂസ് ദാറ്റ് വേർഡ് സഫറിങ്, 3D വേൾഡ് ഇസ് എ വേൾഡ് ഓഫ് സഫറിങ്. അതെന്താ, ആങ്കർ, ആങ്സൈറ്റി, വറി, ടെൻഷൻ, ഫിയർ. അപ്പോൾ വാട്ട് ഐ തോട്ട് വാസ്, നമ്മൾ റിലീസ് അല്ല ചെയ്യേണ്ടത്. I breathe in love, I breathe out non-positive അല്ലെങ്കിൽ ആങ്കർ, വാട്ട് എവർ ഇറ്റ് ഇസ്, അങ്ങനെ നമ്മൾ പറയുമായിരുന്നു ഒരു കാലത്ത്. പക്ഷേ ഇറ്റ് ഹാസ് ടു ബി കൺവേർട്ടഡ്. കൺവേർട്ട് ചെയ്തില്ലെങ്കിൽ ഞാനിവിടെ നിന്ന് റിലീസ് ചെയ്തിട്ട് അത് പ്രേംജി എടുക്കും, വിഷ്ണു എടുക്കും, whoever is there next to me, sitting next, lying down next, ഇതൊക്കെ നമ്മൾ അറിയാൻ തുടങ്ങി. സ്പൗസ് ടു സ്പൗസ്, മദർ ടു ചൈൽഡ്, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക്,
കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്ന അമ്മ. കൺവേർട്ട് അല്ലേ? അപ്പം നമ്മൾ കൺവേർട്ട് ചെയ്ത് അപ്പോൾ ഡിവൈനാണ്. പിന്നെ അതുകൊണ്ടാണ് വേർഡ്സിൽ കഴിയുന്നത്ര പോസിറ്റിവിസം, പോസിറ്റീവ് കൊനോട്ടേഷൻ. നമ്മൾ ചെവിയുടെ ഒരു രൂപം ഒരു കുട്ടിയുടെ ജനിച്ചു വരുന്ന കുട്ടിയുടെ തലയിണെന്ന് ഇപ്പം കുറേ മെസ്സേജസ് ഒത്തിരി വരുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ഷോർട്സ് ആയിട്ട് റീൽസ് ആയിട്ട് ഇങ്ങനെ അൺലിമിറ്റഡാണ് വരണേ എവറി ഡേ. ആൻഡ് ദാറ്റ് ടു എവ്രി വൺ. ഇപ്പം കേരളത്തിൽ നിന്നും ആദ്യകാലത്ത് മലയാളത്തിലൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 369 കുറിച്ചൊക്കെ മലയാളത്തിലൊക്കെ പറയണു. അപ്പം നമുക്ക് എളുപ്പമായി, നമുക്കതൊരു വീഡിയോ ഇട്ട് കൊടുത്താൽ മതി. ബിക്കോസ് earlier times I was only doing sessions in English. അപ്പോൾ അത് തന്നെ ഒരു ഇതായിരുന്നു. അവന് മലയാളത്തിൽ ഞാൻ സെഷൻ എടുക്കുമായിരുന്നില്ല. പിന്നെ ഐ സ്റ്റാർട്ടഡ് ടേക്കിംഗ്. ഇത് തന്നെ അപ്ലൈ ചെയ്തു. 1/2 മണിക്കൂർ എടുക്കാം. അപ്പോൾ ഞാൻ ചോദിക്കും മലയാളം എടുക്കണോ ഇംഗ്ലീഷ് എടുക്കണോ ചോദിച്ചു. ബിക്കോസ് ഐ വാസ് ത്രൂ ഔട്ട് മൈ ലൈഫ് ഐ വാസ് എൻ ഇംഗ്ലീഷ് ടീച്ചർ. അപ്പോൾ അത് എൻ്റെ ഇത് പിന്നെ IELTSൻ്റെ ട്രെയിനറൊക്കെ വന്നപ്പോൾ പക്ഷേ നമുക്ക് കഴിയും. യു ക്യാൻ. ബിക്കോസ് ഐ തോട്ട് നമ്മളിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരുന്നാൽ റീച്ചിങ് ഔട്ട് ടു പീപ്പിൾ. ചിലപ്പോൾ വീട്ടമ്മയായിരിക്കും, 70 വയസ്സുള്ള അമ്മൂമ്മ ഉണ്ടാവും ക്ലാസ്സിൽ. ലോട്ട്സ് ഓഫ് ചേഞ്ച്. നമ്മുടെ സത്സംഗത്തിലൊക്കെ അമ്മമ്മമാരുണ്ട്. മാമിൻ്റെ ക്ലാസ്സുകൾ ഞാൻ പ്രേക്ഷകർക്കായിട്ട് പറയാം. ക്ലാസ്സിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ എപ്പോഴും അതൊരു ലൈഫ് ലോങ് പ്രോസസ് ഓഫ് ലേണിംഗ് ആണ് കേട്ടിട്ടുണ്ട്. ലൈക്ക് യു വിൽ ബി ആൾവേസ് ദെയർ ടു ഹെൽപ്പ് ദം ത്രൂ ഔട്ട് ദെയർ ലൈഫ്. യു വിൽ ഹാവ് സത്സംഗ്, യു വിൽ ഹാവ് അതർ ആക്ടിവിറ്റീസ് കീപ് ഹാപ്പനിങ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ കനകധാര, ഓക്കെ, സോ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാരോട് ഞാൻ സംസാരിച്ചില്ല. കാരണം വെൻ വി നമ്മൾ ആരെങ്കിലും ഇൻ്റർവ്യൂവിനോ അല്ലെങ്കിൽ നമ്മളൊരു കോഴ്സിന് ഒരു ട്രെയിനർ എടുക്കുമ്പോൾ വി ഓൾവേസ് ലുക്ക് അറ്റ് what kind of changes she's done in the person has done in their പഠിക്കുന്ന ആൾക്കാരിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തി എന്നുള്ള. I think 100% I can say that a lot of people have changed. They could change their life to a very miraculous way. അപ്പം ഒരുപാട് സ്റ്റുഡൻസിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പം സോ കനകധാര ആസ് എ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആസ് എ സബ്ജക്റ്റ് ഓർ ആസ് എ കോഴ്സ് എങ്ങനെയാണ് ഒരാളുടെ ട്രാൻസ്ഫോർമേഷൻ അത് പ്രേക്ഷകർക്ക് മനസ്സിലാകുമെന്ന് ഞാൻ ചോദിക്കാം. എന്ത് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും ഇപ്പം എൻ്റെ ഒരു അവസ്ഥ പറയുന്നത്, ഞാൻ മാം അറിയില്ല, ഒരുപാട് ബിസിനസ്സിലൂടെ ഒരുപാട് ഫെയിലിയറൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ സ്ട്രെങ്ത്ത്, ഇങ്ങനത്തെ കോഴ്സുകൾ. അതിനാണ് നമ്മളിപ്പം എന്താ പറയുക, നമ്മൾ വരിക അല്ലെങ്കിൽ തിരിച്ച് പിടിക്കാമെന്ന് പറയുള്ളൂ. സോ വി ഗോൺ ഓൾ ദി ഡിഫിക്കൽട്ട് പീരീഡ്. അപ്പോൾ അങ്ങനെ പോയ കുറേ ആൾക്കാർ മാം രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഈ കോഴ്സിലൂടെ. അപ്പം എന്താണ് ഈ കോഴ്സ്, എങ്ങനെയാണ് ഈ കോഴ്സ് ഒരാളെ മാറ്റി മറിക്കുന്നത്? ഒരു ക്രിസ്പായിട്ട് പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് ഞാൻ വിചാരിച്ചിരുന്നു നമുക്ക് എല്ലാവരും ചേഞ്ച് ചെയ്യാം. നമ്മുടെ കയ്യിലൊരു സംഗതി ഉണ്ട്, ലൈക്ക് എ മാജിക് വോണ്ട്, യു ക്യാൻ ടച്ച് എവറി വൺ. പിന്നെ ഐ റിയലൈസ് ഇറ്റ്സ് നോട്ട് പോസിബിൾ ഫോർ എവറി വൺ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒരു ക്വാളിഫിക്കേഷനും ഉണ്ട്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ദേ ഹവ് ഗോൺ സ്കൂളിലും ഒന്നും വേണ്ട. പക്ഷേ അവർ ആദ്യം തന്നെ സമബുദ്ധിയിലേക്ക് ഉയർത്തണം. റിസീവബിൾ സ്റ്റേജ് മാത്രമല്ല, ലൈഫിലെ സിറ്റുവേഷൻ എന്താണെങ്കിലും അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മേഖലയിലേക്ക് അവരുടെ തിങ്കിങ് പ്രോസസ്സിനെ കൊണ്ടുപോകണം. അപ്പോൾ ആദ്യകാലത്ത് ഓർത്തു ഇപ്പോൾ ഒരു കനകധാര സെഷൻ 3 ദിവസം കൊണ്ട് തീരും, അല്ല. ഇറ്റ്സ് ലൈക്ക് എ പ്രോസസ് കഴിഞ്ഞ ജന്മാന്തരങ്ങളായിട്ട് കൊണ്ടുവന്ന ഒരു സബ് കോൺഷ്യസും ആ അസ്ട്രൽ ബോഡിയിൽ കൊണ്ടുവന്നിരിക്കുന്ന വാസനകളും നമ്മൾ ആണ് ആ സംസ്കാരവും വാസന. അപ്പോൾ അത് മാറ്റിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഇൻ്റർവെൻഷൻ വേണം. അപ്പോൾ ഞാൻ പാസ്റ്റ് ലൈഫ് റിഗ്രഷനും പഠിച്ചിട്ടുണ്ട്, ഹീലിംഗ്. അപ്പോൾ ആദ്യകാലത്ത് ഞാൻ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്തിരുന്നു, അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഹീലിംഗ്. അപ്പോൾ ഹീലിങ്ങിൽ നമുക്ക് കുറേ നടത്താം. നമ്മൾ ശക്തിപാത് ഈ പറയുന്ന നമ്മൾ എനർജി ട്രാൻസ്ഫറൻസിലൂടെ. പിന്നെ ഇത് ആളുകൾക്ക് ആദ്യം തന്നെ അവർക്ക് ഒത്തിരി പൈസയൊന്നും കിട്ടിയിട്ടല്ല, പക്ഷേ ദേ ബിക്കേം വെരി പീസ്ഫുൾ കൺസിസ്റ്റൻ്റ്ലി. അങ്ങനെയുണ്ട്. അഫർമേഷനൊക്കെ ഡെയിലി എഴുതും, ഡെയിലി അയക്കും, മക്കൾക്ക് വേണ്ടി അയച്ചു, സോ മച്ച് ചേഞ്ച്. പക്ഷെ അഫർമേഷൻ കൊടുക്കുന്നത് ഡിലിജൻ്റായിട്ട് അയക്കും. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു പെൺകുട്ടി, ഞാൻ കണ്ടിട്ടില്ല അതിന്, സംബഡി ഹാസ് ടോൾഡ്, ആ കുട്ടി ഇങ്ങനെ ഇന്ന കാര്യമാണ് മാം ഒരു അഫർമേഷൻ പറഞ്ഞു തരുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊടുത്തു. ആൻഡ് ഷീ വാസ് ഡൂയിങ് ഇറ്റ് ഡിലിജൻ്റ്ലി. ആൻഡ് ആ കുട്ടിക്ക് എന്തൊരു ചേഞ്ച്, ഡിലിജൻ്റ്. നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ മാനസികാവസ്ഥയൊക്കെ ഒരു തലത്തുനിന്ന് പോയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇതിൻ്റെ താഴേക്ക് പോയാൽ ശരിക്കും പറഞ്ഞാൽ ഗ്രീഫ് വന്ന്
അതിൻ്റെ താഴെ പോയ ഡിപ്രഷൻ, പിന്നെയും പോയ വെഞ്ചൻസ്, അങ്ങനെ പോണൊരവസ്ഥയിലൊക്കെ മാം കണ്ടിട്ടുണ്ടാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ഫെല്ലോ ബീയിങ്, നമുക്ക് ഈ ഒരു അറിവുണ്ട്, അപ്പോൾ ഇത് പറഞ്ഞു കൊടുത്താൽ, അപ്പോൾ അവരത് അഫർമേഷനാണ് നമ്മുടെ ഒരു ആസ്പെക്റ്റ്. പിന്നെ മന്ത്ര ചാൻഡിങ്, പിന്നെ ഈ ഭഗവത്ഗീത, ഗുരുഗീത, ഭഗവത്ഗീതയും ഗുരുഗീത ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് എടുക്കാൻ തുടങ്ങിയപ്പോൾ റിസപ്റ്റിവിറ്റി വാസ് ദെയർ. പിന്നെ അവർക്ക് സമബുദ്ധി, മെയിനായിട്ട് എന്ത് വന്നാലും നേരിടണം, അതാണ് അതാണ് എല്ലാവർക്കും വേണ്ടത്. ഇപ്പോൾ ബിസിനസ് ഉയരാതിരിക്കാം. പിന്നെ നമ്മൾ തന്നെ വാക്കുകൾ, അപ്പോൾ ആദ്യകാലങ്ങളിൽ അവർ പറയും, മാം കൺവേർട്ട് ചെയ്ത് പറയും, ഞങ്ങൾ പോസിറ്റീവ് അല്ല പറയണത്. അവർക്ക് ആ അവെയർനെസ് വരാൻ തുടങ്ങി. പിന്നെ ദേ സ്റ്റാർട്ടഡ് ചേഞ്ചിങ് ദെയർ ഓൺ വേർഡ്സ്. ഇപ്പോൾ നമുക്ക് വീട്ടമ്മമാർ വേണമെങ്കിൽ അങ്ങനെ, വീട്ടമ്മ എന്ന് വെച്ചാൽ നോട്ട് ബിക്കോസ് ബിലിറ്റിൽ ചെയ്യാനായിട്ടല്ല, അവർക്ക് വേറെ ഇപ്പോൾ 10ാം ക്ലാസ്സുകാരുണ്ട്, അല്ലെങ്കിൽ പ്രീ ഡിഗ്രി പഠിച്ചവരുണ്ട്, PhD ചെയ്തവരുണ്ട്. ഈ അടുത്ത് തന്നെ എനിക്ക് ഒരു ബാങ്ക് മാനേജർ ഷീ സെഡ്, മാം എപ്പോഴൊന്നും വരണില്ല, ഇപ്പോൾ കുറേ നാളായിട്ട് വരണില്ല, ബട്ട് ഷീ ജസ്റ്റ് കെയിം ടു സീ മീ ആൻഡ് ഷീ സെഡ്, മാം അന്ന് മാം പറഞ്ഞത് ഞാൻ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അതെൻ്റെ ലൈഫിൽ നല്ല മാറ്റം ഉണ്ടായിരുന്നു. ഇറ്റ് ഹാസ് ചേഞ്ച്ഡ് ഫോർ ഹർ. എന്താ പറയുക, പ്രൊഫഷണൽ ലൈഫിലാണ് മാറ്റം വരേണ്ടിയിരുന്നത്. റിച്ച്നെസ്സൊക്കെ ധാരാളമുണ്ട്, മാനേജറല്ല, അപ്പോൾ അവിടെ അല്ല, ബട്ട് ഹർ പേഴ്സണൽ ലൈഫ്, ഫാമിലി ലൈഫ്. അപ്പോൾ ഫാമിലി ലൈഫിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഫാമിലിയിൽ മറ്റുള്ളവരെ എങ്ങനെയാണെങ്കിലും അത് സമബുദ്ധിയോടെ എടുക്കാനും അങ്ങനെ അവരെ കാണാനും ഒക്കെ. പിന്നെ ചില സിറ്റുവേഷൻസിൽ അത് നടന്നിട്ടുമില്ല, പക്ഷേ അത് വളരെ റെയർ, അവരുടെ കാർമിക് ഇതിൽ ഉള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാം. അത് അല്ലാത്തതൊക്കെ if they apply it, anybody I would say, if they can apply this wisdom, it is not Krishnamani's or it's not Premji's or it's not. ഇപ്പോൾ മാമിൻ്റെ വിസ്ഡം എന്ന് പറയും എല്ലാവരും, പക്ഷെ മാമിൻ്റെ അല്ല, ഇത് ഈ പ്രകൃതിയുടെയാണ്. നമുക്ക് ഇറ്റ്സ് ദെയർ ഫോർ എവ്രി വൺ. നമ്മൾ നമ്മുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഉയർത്താൻ പഠിക്കണം. ഇപ്പോൾ തന്നെ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ, ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ വൈബ്രേഷണൽ ഫ്രീക്വൻസി മാറ്റി, വേറൊരു ഫ്രീക്വൻസിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളാണോ സംസാരിക്കണം? അല്ല, ആ ഫ്രീക്വൻസിയിലെ ചിന്ത നമുക്ക് കിട്ടുക, അത് ആകാശിക് റെക്കോർഡ്സായിട്ട് അവിടെയുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇമോഷൻ ഒന്ന് വേറെ രീതിയിൽ പോവുകയാണ്, പോസിറ്റീവ് അല്ലാതെ ഒരു ശക്തി ഉണരുവാണെങ്കിൽ വേറെ വാക്കുച്ചിരിക്കും. സോ ദ സെയിം പേഴ്സൺ വിൽ ബിഹേവ് ഡിഫറെൻ്റ്ലി ഇൻ ഡിഫറെൻറ്റ്. ഇതൊക്കെ ആളുകൾ മനസ്സിലാക്കി, ഇറ്റ്സ് നോട്ട് വൺ ഡേ. ഇപ്പം 10 വർഷമായിട്ട് കൂടെയുള്ളവരുണ്ട്, 20 വർഷമായിട്ട് കൂടെയുള്ളവരുണ്ട്, 1 വർഷമായിട്ട്, അങ്ങനെ അവർ വൺസ് ദേ കം അവരങ്ങനെ നിൽക്കുന്നവരുണ്ട്, ഒത്തിരി പേരുണ്ട്. ശരിക്കും പറഞ്ഞാൽ 3 days അങ്ങനെയാണ് ചെയ്തിരുന്നത് കോവിഡ് പീരീഡിനൊക്കെ മുമ്പ്. റെസിഡൻഷ്യൽ സെഷനോ അല്ലാതെ എല്ലാം ഞാൻ ഓഫ്ലൈനാണ് ചെയ്തിരുന്നത്. ഈ അടുത്ത് മാത്രമേ അല്ലാണ്ട് ചെയ്തു, കാരണം നമ്മളുടെ കയ്യിൽ ഒത്തിരി ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്തു. അപ്പോൾ 3 days എന്ന് പറഞ്ഞാൽ 9:30 to 5:30 അതാണ് കോഴ്സ് ഡ്യൂറേഷൻ, മോർണിംഗ് ടു ഈവനിങ്. അത് നമ്മൾ അതിൽ മെഡിറ്റേഷൻ ഉണ്ട്. ആദ്യത്തെ ദിവസം ക്ലെൻസിങ് ആയിരിക്കും, അപ്പോൾ മെഡിറ്റേഷൻ ഉണ്ടാവും, പിന്നെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാവും, പിന്നെ ചക്ര ബാലൻസിങ്ങും ഒക്കെ അതിൽ വരും, ചെറുതായിട്ട്. ഒത്തിരി വിപുലമായിട്ട് ചെയ്യില്ല, എന്നാലും പഞ്ചഭൂതശുദ്ധിയും അതിനെക്കുറിച്ചും എല്ലാം ഉൾപ്പെടുത്തിയിട്ട്. പക്ഷേ അതിൽ മുഴുവനും കനകധാര, അപ്പോൾ അതിനനുസരിച്ചുള്ള വെൽത്ത് അഫർമേഷൻ. പക്ഷെ ബേസിക്കായിട്ട് തോട്ട് പ്രോസസ് ശരിയാക്കണം. ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, അത് ഏത് കോഴ്സാണെങ്കിലും ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത്, അപ്പോൾ അത് കഴിയുമ്പോഴല്ലേ ആളുകൾ നമ്മളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കും. റിസീവബിൾ ലെവലിലേക്ക് വരും. ഇത് എത്ര കാലമായി ഈ കോഴ്സ് എടുക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ കനകധാര എടുക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 15 വർഷമായിട്ടുണ്ടാവും. 15 വർഷമായിട്ടുണ്ടാവും കനകധാര. ആദ്യം ചെയ്തത് റിതം എന്ന് പറഞ്ഞു, അത് തോട്ട്സ് എല്ലാ മേഖലയിലും, ഹെൽത്ത്, വെൽത്ത്, എനിത്തിങ്, റിലേഷൻഷിപ്സ്, പിന്നെ ഓരോന്നിനും കോയിൻ ചെയ്തു. ഐ തിങ്ക് കനകധാര ഇസ് ബേസിക്കലി ഓൺ വെൽത്ത്, റിച്ച്നെസ്, പ്രോസ്പെരിറ്റി. എൻ്റെ ചോദ്യം, ഇത് ഒരു ഓൺലൈനായിട്ട് ഒരാൾ പഠിക്കുന്നതായിരിക്കാം. നമുക്ക് ഓൺലൈൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിവിധ രാജ്യങ്ങളിൽ, അപ്പോൾ ഒരു ഓൺലൈൻ ആണെങ്കിൽ
ഇറ്റ്സ് ഒരു 20 ഡേയ്സിൻ്റെ കോഴ്സാണോ എങ്ങനെയാണത്? ഒരു ഡെയിലി 1 hour വെച്ച് നമുക്ക് അതൊക്കെ അങ്ങനെയാണ്. ഒരു 21 ഡേയ്സ് കിട്ടുവാണെങ്കിൽ റൈറ്റ് ആയി. പിന്നെ അവരത് 21 ഡേയ്സ് കൊണ്ട് കോഴ്സ് കഴിയണില്ല. അതാണ് ഇഫ് യു ആർ അറ്റൻഡിങ് ദ പ്രോഗ്രാം 21 ഡേയ്സ്, പിന്നെ നമ്മൾ അപ്പോൾ ഒരു ഗ്രൂപ്പ് അങ്ങ് ഫോം ചെയ്യും. വെരി ഗുഡ്. എന്നിട്ട് ഇതിങ്ങനെ അവർക്ക് മാം കാണുന്ന വീഡിയോസും ഒക്കെ അവർക്ക് ഇട്ടുകൊണ്ടിരിക്കും. അവരത് ഇത് ഫോളോ ചെയ്തിട്ട് അല്ലെങ്കിൽ അടുത്ത സെഷൻ വരുമ്പോൾ ഉടനെ അടുത്ത ആളുകൾ അത് അറ്റൻഡ് ചെയ്യും. അങ്ങനെ അല്ലെങ്കിൽ അടുത്ത പ്രോഗ്രാം ഈവൻ ഇംഗ്ലീഷ് ക്ലാസ്സിന് വരെ കയറുന്നവരുണ്ട്. പീപ്പിൾ ഹവ് കം ടു ദാറ്റ് ലെവൽ. ഏത് പ്രോഗ്രാം ചെയ്താലും കയറുന്ന ആളുകളാണ്. എനർജി അവരാ നോക്കുന്നത്. ഈവൻ മനസ്സിലാവുമോ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അതും കൂടി നോക്കാതെ കയറുന്ന ആളുകളാണ്. പക്ഷേ ബ്ലൈൻഡ് ഫോളോവേഴ്സ് ആയിട്ടല്ല. ദേ ആർ അവെയർ ആൻഡ് ദേ ആർ അപ്ലൈയിങ് ഇറ്റ്. അവരുടെ ജീവിതത്തിൽ അവർ ഈ വിസ്ഡം അപ്ലൈ ചെയ്യണു. ഇത് യൂണിവേഴ്സിൻ്റെ ആണ്. അത് നമ്മൾക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ട് നമ്മളിലേക്ക് അത് വന്നു ചേർന്നു. നമ്മൾ ഗുരുവിനെ നമസ്കരിച്ച് നമ്മളത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ മാറ്റമുണ്ട്. പിന്നെ സപ്പോർട്ട് ചെയ്യും തീർച്ചയായിട്ടും. നമ്മൾ ഒരുപാട് ആൾക്കാർ ക്ലാസ്സുകളൊക്കെ തന്നെ ഒരുപാട് ആൾക്കാരെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പം ആൾക്കാർ വരുമ്പോൾ ആരെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ 1-2 ആൾക്കാരൊക്കെ അങ്ങനെ ഒരു സോഷ്യൽ സർവീസ് ആയിട്ട് ചില സമയത്ത് മാമിൻ്റെ ക്ലാസ്സുകൾ നടക്കുക. അതായത് ഞാൻ ഫ്രീ എന്ന് പറഞ്ഞ് കൊടുക്കണില്ല. ഇല്ല. അതെ. ഓക്കെ, ബിക്കോസ് നമ്മുടെ അബണ്ടൻസ് കോൺഷ്യസ്നെസ്സിൽ ഫ്രീ ഡിസ്കൗണ്ട് ഇങ്ങനെയുള്ള സംഗതിയൊന്നുമില്ല. പക്ഷേ പൈസ ഇല്ല ഒരാൾക്കെന്ന് വെച്ചാൽ അവർ ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ അത് നമ്മൾ പറയും. ഓർഗനൈസ് ചെയ്യുന്ന എല്ലാവരോടും പറയും. ഞാൻ ചോദിക്കാറില്ല എത്ര പൈസ തന്നു. ഇപ്പം നമ്മുടെ വീട്ടിൽ വന്നാലും ചില പ്രോഗ്രാംസിന് ഫീസ് വെച്ചിട്ട് ചെയ്യുന്ന പ്രോഗ്രാം, ചില പ്രോഗ്രാംസിന് ഒന്നുമില്ല, ദക്ഷിണ എന്ന് പറയും. അത് ആര് ദക്ഷിണ തന്നോ ദക്ഷിണ തന്നില്ല എന്ന് നമ്മൾ നോക്കില്ല. അപ്പം കൃഷ്ണജ്യോതി ആണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം. അവിടെ വന്ന് താമസിച്ച് പഠിക്കുന്നവരുണ്ട്. അവരെന്ത് തരുന്നു അവർ തന്നാൽ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും സേവ ചെയ്യും. ഞാൻ ഒരിക്കലും ഐ ഹവ് നെവർ ആസ്ക്ഡ് ഫോർ ദ ലാസ്റ്റ് 20 years or so നിങ്ങൾ ഇത്ര പൈസ തന്നാലേ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അതില്ല. പക്ഷേ എൻ്റെ കോൺസെപ്റ്റിൽ ഫ്രീ എന്നുള്ള സംഗതി ഇല്ല. ഫ്രീ ഇല്ല, അനുകൂലവും ഇല്ല, സൗജന്യവും ഇല്ല, ഇങ്ങനത്തെ സംഗതി ഒന്നുമില്ല. പക്ഷേ അവരത് ചെയ്യുന്നത് തന്നെയാണ് അവരത് പ്രാക്ടീസ് ചെയ്യുന്നു. ചിലർ ചാൻഡ് ചെയ്യും, ചിലർ ആ വിസ്ഡം പ്രാക്ടീസ് ചെയ്യും. പൈസ കയ്യിലുള്ളവർ ധാരാളം സമ്പത്ത് ഉണ്ട്, ബാങ്കിലുണ്ട്, അവരത് ഇട്ട് തരും. ഒരുപാട് ആൾക്കാർ ഇപ്പോഴും മാമിനെ സർവീസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഒത്തിരി പേരുണ്ട്. നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വരുമ്പോൾ പോലും ഈ ഇങ്ങനൊരു അവസ്ഥയിലൂടെ കൊണ്ടുവന്നാക്കി തരാം, തിരിച്ചു കൊണ്ടുപോകാൻ മാം ഒരിക്കലും അങ്ങനെ എന്താ പറയുക, അങ്ങനത്തെ ഒരു ട്രെയിനേഴ്സിനൊക്കെ വളരെ അപൂർവമായിട്ട് കാണും. ലൈക്ക് പീപ്പിൾ ആർ ദേർ ടു ഡു എ സേവ. ലൈക്ക് അതൊരു ഗുരുപരമ്പരയുടെ ഒരു പുണ്യമായിട്ട് കാണുന്നുണ്ടോ? ഗുരുപരമ്പരയുടെ പുണ്യമാണ്. പിന്നെ എൻ്റെ വല്യമ്മ സന്യാസിനിയാണ്, അമ്മയുടെ ചേച്ചി. ശ്രീനാരായണ ഗുരു ഓർഡറിൽ ആദ്യത്തെ സന്യാസിനിയാണ്. എന്നെ ചെറുപ്പത്തിലേ എനിക്ക് ദീക്ഷ തന്നിട്ടുണ്ട്. അച്ഛന് ഗുരുവുണ്ട്, ശങ്കരാനന്ദ സ്വാമി. ഇതൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ ഇതൊക്കെ ഉണ്ട്, നമ്മുടെ ഇതിലുണ്ട്. അത് നമ്മൾ അറിഞ്ഞില്ല. അതൊരു ഇമ്മൻസ് പവർ. ദാറ്റ് ഗിവ്സ് ഇമ്മൻസ് പവർ. ഇമ്മൻസ് പവർ എന്ന് വെച്ചാൽ പോസിറ്റീവ്ലി ഇമ്മൻസ് പവർ. നമ്മൾ ഇപ്പോൾ ഐ ഹവ് ചേഞ്ച് ടോട്ടലി. ഞാനിപ്പോൾ മാം എത്ര ദിവസം ഹോസ്പിറ്റലായിരുന്നു? ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 2 മാസത്തിൽ 8 days, 10 days, 15 days. 3 days ബാക്കല്ലേ ഡിസ്ചാർജ് ചെയ്തോളൂ അല്ലേ? ഒരാഴ്ച ആയുള്ളൂ. You don't look like. ബിക്കോസ് അവിടെ ഐ വാസ് അപ്ലൈയിങ് ദിസ് വിസ്ഡം. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാൻ വിളിച്ച സമയത്ത് മാം വളരെ ആദ്യം ഹോസ്പിറ്റലാണ്. അങ്ങനെ അത് നമ്മൾ അറിയില്ല, ചിലപ്പോൾ സിനിമയ്ക്ക് പോയിട്ട് ഒരാൾ വിളിക്കുമ്പോൾ ഞാൻ ഇതേ വിസ്ഡം തന്നെ അപ്ലൈ ചെയ്യാൻ എനിക്ക് അവസരം കിട്ടി. ഐ കുഡ് സീ എ ഡിഫറെൻറ്റ് വേൾഡ്. ശരിക്കും ലോകത്തെ മാലാഖമാരെ ഞാൻ കണ്ടു. ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടില്ല. ഈ വിസ്ഡം വെച്ചിട്ട് ഇങ്ങനെ കളിക്കും. പ്ലേസ് ഓഫ് ലിവിങ് മാറിയെന്ന് മാത്രം. പ്ലേസ് ഓഫ് ലിവിങ് മാറി. പിന്നെ അവരുടെ ആ ഒരു സേവ, അവിടെയും സേവ. they were ever ready to do anything, ever ready. That's a miraculous. അത് മിറാക്കുലസ്. ഇവൻ ഒരു ആക്സിഡൻറ്റ് വന്നെങ്കിലും അതിലൊക്കെ നമ്മൾ മിറാക്കുലസ്ലി രക്ഷപ്പെടണേ. നമ്മൾ അത് സംഭവിക്കുന്ന സ്ഥലത്ത് എൻ്റെ കൈ പിടിച്ച് തന്നിരുന്നത് ഒരു ഡോക്ടറാണ്. ആ ഡോക്ടർ പറഞ്ഞു, ഞാൻ ഡോക്ടറാണ്, നമ്മളുടെ കൂടെ വരാൻ ആള്, ആംബുലൻസിൽ കൊണ്ടുപോകാൻ, എവറിത്തിങ് വാസ് ഡൺ മിറാക്കുലസ്. ഇറ്റ് വാസ്.
ശരിക്കും എനിക്കറിയാം നമ്മളിങ്ങനെ ഏഞ്ചൽസ് എവ്രി വൺ. ഇപ്പോൾ ഇവരെന്നോട് ചോദിക്കും ഇനിയിപ്പോൾ അവിടെ വീട്ടിൽ കൃഷിയോതിൽ 2 ദിവസമായിട്ട് നോബഡി വാസ് ദെയർ ടു ഹെൽപ്പ് മീ ഔട്ട്. മീൻസ് ഷായ്സ് ഹസ്ബൻഡ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് പോകും. പിന്നെ ഇടയ്ക്ക് ആരെങ്കിലും സ്റ്റുഡൻസ് വരും അങ്ങനെ. പക്ഷെ ഐ വാസ് തിങ്കിങ് അവിടെ എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട്, അങ്ങനെ ദേവഗണങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ആവാജി ഉണ്ട്, അവരൊക്കെ ഉണ്ട് നമ്മുടെ കൂടെ. പിന്നെന്താ, ഹോസ്പിറ്റലിലും ഉണ്ടായിരുന്നു, അവരുണ്ട്, ദേ ആർ ദേർ. അങ്ങനെ ഒരു ഫെയ്ത്ത് എനിക്കുണ്ട് ഉണ്ടായിരുന്നു. ഞാൻ കൃഷ്ണ എന്നൊക്കെ, കൃഷ്ണ കോൺഷ്യസ്നസ് എനിക്ക് ചെറുപ്പം മുതലേ ഞാൻ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് ഇപ്പോൾ അജു വർഗീസ് പാടുന്ന പോലെ കൃഷ്ണ കൃഷ്ണ അങ്ങനെ നമ്മൾ പാടിക്കൊണ്ട് നടന്നിരുന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ മോൾഡ് ചെയ്ത് എടുക്കുന്നുണ്ടായിരുന്നു. ആ മോൾഡിംഗ് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കരകധാര പോലത്തെ കോഴ്സ് ഒരു വ്യക്തിനെ കംപ്ലീറ്റ് 21 ഡേയ്സിൽ ഒരു ഐ ഹാവ് ഓൾസോ എക്സ്പീരിയൻസ്. നേരത്തെ പറഞ്ഞില്ലേ, ഫിനാൻഷ്യൽ ഇത് വരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നൊരു നമ്മൾ ഫിനാൻസ് നമ്മുടെ കയ്യിൽ പൈസയുണ്ട്, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുകയാണെങ്കിൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. പക്ഷേ എപ്പോഴെങ്കിലും നമ്മുടെ കയ്യിൽ വേണ്ട സമയത്ത് വേണ്ടതിന് ഇല്ലാണ്ട് വരുന്നൊരു സമയം വരുമ്പോൾ അങ്ങനെ സിറ്റുവേഷൻ എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈവൻ ദ ഐ വാസ് വൺ ഓഫ് ദ എന്താ പറയുക മോസ്റ്റ് ഹൈലി പെയ്ഡ് ട്രെയിനർ ഓഫ് കൊച്ചിൻ. വർഷങ്ങളോളം ഹൈലി പെയ്ഡ്. അങ്ങനെയുള്ള ആൾക്ക് പോലും ഞാൻ ഇരുന്നിട്ടുണ്ട്. There were times. അപ്പോഴാണ് ഐ അണ്ടർസ്റ്റുഡ് there are people in this world who need real അല്ലെങ്കിൽ ഒരു 100 rupees. എനിക്കൊരു പ്രാവശ്യം ഒരു മോന് പറഞ്ഞത് 50 രൂപ, മാം 50 രൂപ ദക്ഷിണ തരാം, 50 രൂപയ്ക്ക് എനിക്ക് പെട്രോൾ അടിക്കണം. എന്നിട്ട് he didn't give to anybody. അവൻ കൊണ്ടുവന്നെ തന്നു. അങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. 5 രൂപ എന്നിട്ടാണ് 5 കോടി. പിന്നെ അവരുടെ കയ്യിൽ വരുമ്പോൾ അത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അങ്ങനെ ചെയ്യണവർ. ഐ ഹവ് റിയലി സീൻ പീപ്പിൾ. നമ്മളോർക്കും അവർ ഒരു ലേഡീൻ്റെ അടുത്ത് പറഞ്ഞു, മാം ഈ ഡ്രസ്സൊക്കെ കണ്ടിട്ടൊന്നും വിചാരിക്കണ്ട കേട്ടോ, ഇതൊക്കെ എല്ലാം ജപ്തിയിലാണ് മാം. ഇതൊക്കെ പറയുമ്പോൾ അവരുടെ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കാൻ what is the point? I thought final destination to get some kind of changes in their life. Yes. I was thinking, I was an educator. What is the point of saying to the world that I'm a great educator? അല്ലെങ്കിൽ അങ്ങനെ ഞാനൊരു എഡ്യൂക്കേഷനിസ്റ്റ് ആണെന്നൊക്കെ പറയുമ്പോൾ വാട്ട് ഈസ് എഡ്യൂക്കേഷൻ? പീപ്പിൾ ഷുഡ് നോട്ട് കമ്മിറ്റ് സൂയിസൈഡ്. അല്ലേ? അവർക്ക് ധൈര്യം വേണ്ടേ ഫേസ് ചെയ്യാൻ? അല്ലേ? ജീവിതത്തിൽ എന്ത് വന്നാലും അത് വേണം. ഒരിക്കൽ സ്കൂളിൽ പോയപ്പോൾ കുട്ടികൾ ചോദിച്ചു, മാം സപ്പോസ് വി ഡിഡ്ന്റ് ഗെറ്റ് ഓൾ ദീസ് മാർക്സ് ആഫ്റ്റർ ഈസ് റൈറ്റ് ഓൾ ദീസ് തിങ്സ് വി ഡിഡ്ന്റ് ഗെറ്റ്, വാട്ട് ഷുഡ് വി ഡു? ഐ സേ യു ഷുഡ് നോട്ട് കമ്മിറ്റ് സൂയിസൈഡ്. യു മസ്റ്റ് ഫേസ് ഇറ്റ്, യു മസ്റ്റ് ആക്സെപ്റ്റ് ഇറ്റ്. നമ്മൾ പറയും അഫർമേഷൻസ് ഒക്കെ, അപ്പോൾ ആദ്യം അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അഫർമേഷൻസ് ഇന്ന് പറഞ്ഞാൽ ബട്ട് ഇറ്റ് വിൽ happen. 100%. It will happen. 100%. It does, prove. It will happen. It is proved. It is proved beyond times and beyond times. It will. പക്ഷെ നമ്മൾ ചിലപ്പോൾ ചോദിക്കുന്ന സമയത്തായിരിക്കില്ല. അപ്പം അമ്മ കുട്ടിക്ക് കൊടുക്കുന്നത് ചോദിക്കുന്ന സമയത്താവണമെന്നില്ല, അല്ലേ? നിറയെ വയറ് നിറഞ്ഞിരിക്കുന്ന ഒരു കുട്ടി വന്നിട്ട് വീണ്ടും വേണം ഭക്ഷണം എന്ന് പറഞ്ഞാൽ കൊടുക്കും അമ്മ? ഇല്ല. യൂണിവേഴ്സ് ഇസ് ആ മദർ. അമ്മ ദേവി. ഈ കോഴ്സ് ആർക്ക് വേണ്ടി ആക്ച്വലി? ഇപ്പം ഇഫ് യു വോണ്ട് അപ്പോൾ ഒരു കോഴ്സ് ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു ട്രെയിനർ ഇത്രയും വർഷത്തെ ഒരു ഐ തിങ്ക് 90 എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് ആൾമോസ്റ്റ് ഡിക്കേഡ്സ് ആയിട്ടുള്ളൊരു ഗുരു. എനിക്കിപ്പം അതാണ്, ഞാൻ എപ്പോഴും ചേച്ചി ഇറക്കി വിളിക്കാറുണ്ട്. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു മദർലി ഫീല് എനിക്കിപ്പം എപ്പോഴും സംസാരിക്കുമ്പോൾ തോന്നാറുണ്ട്. അപ്പം അത് സംസാരിച്ച ഓരോ ആൾക്കാരോടും മാമിൻ്റെ കീഴിൽ പഠിച്ച ഓരോ ആൾക്കാർക്കും ആ ഫീലാണ് മാമിൻ്റെ അടുത്തുള്ളത്. ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഒരാൾ പോയപ്പം മാമിന് ഉമ്മ വെച്ചിട്ടാണ് പോയത്. അത്രയും അങ്ങനെയാണ് മാം എല്ലാവരും കാണുന്നത്. അപ്പം ഇങ്ങനെ ഈ കോഴ്സ് പ്രായ വ്യത്യാസമില്ല, ആരും പഠിക്കേണ്ട കോഴ്സ്. ആർക്കും നമ്മൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയണത്, നമുക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ട് സെനിത്ത് എന്ന് പറഞ്ഞിട്ട്, ഇതിനോട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിലെന്താന്ന് വെച്ചാൽ നമുക്ക് ഓൺട്രപ്രന്യൂഴ്സ് വേണം. ആളുകളുടെ കയ്യിൽ ധാരാളം, പ്രത്യേകിച്ച് ഗൃഹസ്ഥാശ്രമികളുടെ കയ്യിൽ ധാരാളം സമ്പത്ത് വേണം. ബ്രഹ്മചാരിയായിരിക്കും അത്ര ഇല്ലെങ്കിലും ഗൃഹസ്ഥാശ്രമി ആകുവാണെങ്കിൽ they need lots of money to do. ട്രെയിനേഴ്സ്, സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും പണം, നമ്മുടെ സമൂഹത്തിൽ പണം ഒരു വലിയൊരു കൊലപാതകിനെ പോലെ പല ആൾക്കാരും കാണാം. പണം സമ്പാദിക്കുന്നത് വലിയ തെറ്റ് പോലെ. പക്ഷെ മാം എപ്പോഴും പറയുന്നത് യു നീഡ് മണി, യു ഷുഡ്. വേദ does not approve of that.
ഇഫ് പീപ്പിൾ സേ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് വൈദിക്, ഇറ്റ് ഈസ് നോട്ട് വേദ. വേദത്തിൽ ഭാഗ്യസൂക്തം, ഐക്യവത്യ സൂക്തം, ഏത് സൂക്തം എടുത്താലും ധനം സമ്പാദിക്കാൻ, ധനം, ആരോഗ്യം, നല്ല റിലേഷൻഷിപ്പ്, ധനപ്രാപ്തി സൂക്തം. പക്ഷേ യു നീഡ് ടു ഗിവ്. ഭാഗവതത്തിൽ പറയുന്നുണ്ട് പഞ്ചതാ വിഭജനം വിത്തം. അപ്പം നമ്മൾ കനകധാര പഠിപ്പിക്കുമ്പോൾ പഞ്ചതാ വിഭജനം വിത്തവും കൂടി പഠിക്കും. ഇത് ധർമായ, യശസ്സായ, അങ്ങനെ 5 കാര്യങ്ങൾക്കായിട്ട് നമ്മളത് കോഴ്സിൽ അത് പറഞ്ഞ് അത് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അത് നമ്മളോട് ഭാഗവതത്തിൽ ബലി മഹാരാജാവിനോട് ശുക്രാചാര്യർ പറയുന്നതായിട്ടാണ്. സ്വാമി ഉദിച്ചൈതന്യയിൽ നിന്നാണ് ഞാനത് ആദ്യം കേൾക്കുന്നത്. അതുപോലെ വേദത്തിലുണ്ട്, ധനപ്രാപ്തി സൂക്തമുണ്ട്, നമ്മൾ വാസ്തു സൂക്തമുണ്ട്. ഇതിലൊക്കെ സമ്പത്ത് വരട്ടെ, ഈ വീടിന് എല്ലാ ഐശ്വര്യം ഉണ്ടാവട്ടെ, ഈ വീട്ടിൽ ധാരാളം സമ്പത്ത്, ഇവിടെ സമ്പത്ത് വന്ന് നിറയട്ടെ. എങ്ങനെയാണ് നമ്മൾക്ക് സംസ്കൃതം അറിയണ്ടായിരുന്നില്ല. ഒരു കോഴ്സ് ഒന്നും പഠിക്കാൻ അല്ലെങ്കിൽ വരാൻ പറ്റാത്തൊരു ഒരു ഗൃഹസ്ഥാശ്രമി വീട്ടിലിരുന്നിട്ട് ഇത് നമ്മളെ ഈ ഷോ കാണുമ്പോൾ അവർക്ക് പറയാൻ, അവർക്ക് ചെയ്യാൻ, അവർക്ക് അവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാൻ, അവർക്ക് വരുന്നൊരു ട്രാൻസ്ഫോർമേഷൻ കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ചെറിയ ടൂള് മാമിന് പറയാൻ സാധിക്കും? നമ്മൾ ആദ്യം തന്നെ അഫർമേഷൻ പറഞ്ഞു കൊടുക്കും. അവർ ആദ്യം തന്നെ നമ്മൾ പറയുന്നത് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ഫൊർഗീവ്നെസ്, എംപതി. ഇതെന്താന്ന് പറഞ്ഞു കൊടുക്കും, മലയാളത്തിൽ പറഞ്ഞു കൊടുക്കും. മലയാളത്തിലുള്ള ക്രൗഡാണെങ്കിൽ മലയാളത്തിൽ. നമ്മളിപ്പോൾ ഈ ക്ലാസ് കേൾക്കുന്ന ഇപ്പോൾ ഞാൻ എനിക്ക് ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലല്ലാന്ന് ചോദിക്കാം. ഞാൻ ഈ ക്ലാസ് കേട്ടു, അല്ലെങ്കിൽ ഈ ഒരു ഷോ കേട്ടു, അപ്പം ഒരു ടാബ്ലറ്റ് പോലെ അയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും നന്ദി വേണം. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ തന്നെ നന്ദി പറയാം എല്ലാത്തിനോടും. എഴുന്നേൽക്കാൻ പറ്റിയ നന്ദി, കിടക്കുള്ളതിന് നന്ദി, സാരി എടുക്കുമ്പോൾ സാരി സമർപ്പയാമി, താങ്ക് യു ഫോർ ദ സാരി. നാളെ വാങ്ങാൻ പോകുന്ന സാരിയല്ല, ഈ ജീവിതത്തിൽ മുഴുവനും ഉണ്ടായിരുന്ന. ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാവില്ലേ? ആദ്യം ചെയ്യേണ്ടത്. പിന്നെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്താന്ന് പറഞ്ഞു കൊടുക്കുക. ആദ്യം നമ്മൾ ചിലപ്പോൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അവർക്ക് പെട്ടെന്ന് അങ്ങനെ, കാരണം ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകണ കാലത്ത് നീക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് രാത്രി പറയണം. രാത്രി, അതായത് നമ്മൾ മരിക്കുന്നതിനനുസരിച്ചാണ് അടുത്ത ജന്മം. എല്ലാ രാത്രിയും ലാസ്റ്റ് തോട്ട് ഇസ് ഫസ്റ്റ് തോട്ട്. ലാസ്റ്റ് തോട്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തോട്ടായിട്ട് വരും. നാളെ ചോദിക്കും, നാളെ ഇപ്പോൾ ഗുരുവായൂർ പോകണം, അല്ലെങ്കിൽ നാളെ ഷൂട്ടിന് വരണം. ആൻഡ് ഇഫ് യു വോണ്ട് ടു റീച്ച് യു ബൈ 5 o'clock യു വിൽ ഡെഫിനറ്റ്ലി കം ഈവൻ വിത്തൗട്ട് അലാം. അതാണ് ഈ ഫോറിനേഴ്സ് എന്ന് പറഞ്ഞു സ്ലീപ്പ് ഓവർ ഇറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതായത് രാത്രിയാണ്. കാരണം നമ്മളെല്ലാവരും ഉണർന്നെഴുന്നേൽക്കണം, ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം, അല്ലെങ്കിൽ എഴുന്നേറ്റിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എങ്ങനെ ഉറങ്ങാൻ പഠിക്കണം. ഒരു 45 minutes നമുക്ക് വേണം ഇരുന്ന് അന്നത്തെ നന്ദി പറയാനും, ഒരു എഴുതാനും, ജേർണലും, എല്ലാറ്റിനും നന്ദി. ചിലപ്പോൾ വെള്ളം ഉണ്ടാവില്ല. നമ്മൾ 3 കാര്യം. സപ്പോസ് യു നീഡ് വാട്ടർ. മാം പറയുന്ന ഏറ്റവും ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, പ്രാക്ടീസ് ചെയ്തോളൂ. ഒരു പേപ്പർ എടുക്കുക, അല്ലെങ്കിൽ ഒരു പുസ്തകം എടുക്കുക, 3 കോളം വരയ്ക്കുക. ആദ്യത്തെ കോളത്തിൽ എന്താ വേണ്ടത്? വെള്ളമാണ് വേണ്ടത്. ഓക്കെ, വെള്ളമാണ്, പണമാണ്, വാട്ടർ, എന്തോ ആയിക്കോട്ടെ, മണി. ജീവിതത്തിൽ കിട്ടിയ എല്ലാ പൈസയ്ക്കും നന്ദി പറയാം. അതായത് എവിടെ മുതൽ? അമ്മയുടെ ഗർഭപാത്രം മുതൽ കിട്ടിയത് നമുക്ക് വേണ്ടി. നമുക്ക് അറിയില്ല എത്ര നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന്, ആ ലക്ഷങ്ങൾ കിട്ടിയതിനാ. ഓക്കെ, അങ്ങനെ എഴുതുന്നവരുണ്ട്. എഴുതി തീരൂല. അപ്പോൾ ആദ്യത്തെ കോളം കിട്ടിയതിന് നന്ദി. സെക്കൻഡ് കോളം അത് നിലനിർത്തി, അത് നമ്മൾക്ക് കൊണ്ടുവന്ന്, ഇപ്പോൾ വേണ്ടത് 5000 രൂപയാണോ, വാട്ട് എവർ ഇറ്റ് ഇസ്, അത് അല്ലെങ്കിൽ വെള്ളമാണെങ്കിൽ താങ്ക് യു ഫോർ ദ വാട്ടർ. അപ്പോൾ എനിക്കിപ്പോൾ സപ്പോസ് ഒരു കോടി കടമുള്ള ഒരാളെന്ന് വിചാരിക്കാം. അപ്പോൾ അയാൾക്ക് അന്ന് വരെ കിട്ടിയിട്ടുള്ള എല്ലാ പണത്തിനും നന്ദി പറയാം. എന്നിട്ട് പിന്നെ അടുത്ത കോളത്തിൽ ഒരു കോടി തന്നതിന് റിസീവ് ചെയ്തു പോലെ തന്നെ ബിഹേവ് ചെയ്യണം. അങ്ങനെ ബിലീവ് ചെയ്യണം. ഇത് ഫെയ്ത്താണ് ഇതിൻ്റെ. അതായത് ഇത് നടക്കൂലേ അങ്ങനെയില്ല. പിന്നെ ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു വ്യക്തിക്ക് 1 കോടി ഇന്ന ദിവസം കൊടുക്കാന്ന് പറഞ്ഞു, ഇത് അപ്ലൈ ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പോൾ അന്ന് ആള് പറയും ഓക്കെ പിന്നെ കുറച്ചും കൂടി ടൈം മതി എന്ന് പറയും. സെക്കൻഡ് കോളായി. അത് മൂന്നാമത്തെ കോളം അത് നിലനിർത്തി തന്നതിന് നന്ദി,
അഭിവൃദ്ധിപ്പെടുത്തിയതിന് നന്ദി. സസ്റ്റെയിൻ ചെയ്തതിന് നന്ദി, അത് അഭിവൃദ്ധിപ്പെടുത്തി അത് ഡബിൾ ചെയ്തതിന് നന്ദി. ഡബിളല്ല Triple, ട്രിപ്പിൾ അതെ, എത്ര ആയിക്കിട്ടും. എത്രയായാലും. പിന്നെ നമ്മൾ കിട്ടുന്നത് ഇന്ന് ഈ പറഞ്ഞ പോലെ പഞ്ചതാര ലാസ്റ്റ് കോളം എന്താണ്? 3 കൊള്ളം 3 കോളം. 3 കൊള്ളം 3 കോളം. ഈ 3 കോളം ശരിക്കും അപ്ലൈ ചെയ്താൽ നമുക്ക് നമ്മളിപ്പോൾ മാമിന് ഹെൽത്ത് അതെന്താ ചെയ്തെന്ന് വെച്ചാൽ താങ്ക് യു ദാറ്റ് കൃഷ്ണമണി മാം എൻജോയ്ഡ് ഹെൽത്ത് പെർഫെക്റ്റ് ഹെൽത്ത് ടിൽ നൗ റൈറ്റ് ഫ്രം മദേഴ്സ് വൂം ടു നൗ. 60 വയസ്സ് വരെ അനുഭവിച്ച എല്ലാ ഹെൽത്തിനും. ഐ വാസ് എൻ അത്ലീറ്റ്. ഞാൻ സ്റ്റേറ്റ് പ്ലെയർ ആയിരുന്നു. അപ്പോൾ അങ്ങനെ 7 വർഷം നാഷണൽസ് കളിച്ചതാണ് ഖോ. അപ്പോൾ അങ്ങനെ അപ്പോൾ അതിനൊക്കെ ഞാൻ നന്ദി. അന്നത്തെ എൻ്റെ കാലിന് നന്ദി, സ്റ്റാമിനയ്ക്ക് നന്ദി. ഇതൊക്കെയാണ് ഹോസ്പിറ്റലിൽ കിടന്ന് പറഞ്ഞത്. നടക്കാൻ പറ്റിയത് എനിക്കിപ്പോഴും ഒരു ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് വന്ന ഒരാളെ പോലെ ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ എല്ലാവരും പറയും ഞാൻ ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ ആളായി. എനർജി ഈസ് ഡിഫറെൻറ്റ്. അത് ബിക്കോസ് യു ആർ ഗെറ്റിംഗ് കണക്റ്റഡ് ടു ഹയർ ഫ്രീക്വൻസി. അതുകൊണ്ടാണ്. അപ്പം നമ്മളത് പറയുന്നു. ഈ ടൂൾ ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി നമുക്ക് ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകമുണ്ട്. അനന്യാ ചിന്തയന്തോ മാം യേജന പര്യുപാസുതേ തേഷാം നിത്യാഭിയുക്താന യോഗക്ഷേമ വഹാമ്യം. യോഗക്ഷേമം ഞാൻ വഹിക്കുന്നു. അത് യോഗം എന്ന് വെച്ചാൽ വന്നു ചേരുന്നത്. ഞാൻ വഹിക്കുന്നത്. അതായത് കല്യാണം കഴിക്കുന്നത് വന്നു ചേരുന്ന യോഗം. എനിക്ക് പൈസ 1000 അല്ലേ, നമ്മളൊരാൾക്ക് 1000 കോടി കൊടുക്കാനുള്ളത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ 100 കോടി 1 രൂപ നമുക്ക് കിട്ടിയതുകൊണ്ടല്ലേ. അത് ബാങ്കിൽ നിന്നായിക്കോട്ടെ. പിന്നെ ബാങ്ക് ലോൺ അങ്ങനത്തെ വാക്കുകളൊന്നുമില്ല. കടം എന്നുള്ള സംഗതിയില്ല, വാക്കില്ല. ആ വേർഡൊക്കെ നമ്മൾ കട്ട് ചെയ്യും. താങ്ക് യു ഫോർ ദ മണി ത്രൂ ഫിനാൻഷ്യൽ സപ്പോർട്ട് ത്രൂ ഫെഡറൽ ബാങ്ക്. ലെറ്റ് ഫെഡറൽ ബാങ്ക് ബി പ്രോസ്പെറസ്. അവർക്ക് പ്രോസ്പെറിറ്റി പറയണം. പിന്നെ ഒരു കാലത്തും ഇപ്പം ചോദിക്കും അവരുടെ പൈസ കൊടുത്ത് തീർന്നു. നമ്മൾ പിന്നെ അയ്യോ ഡു യു ഹാവ് എ മണി ഫ്രീഡം? യെസ്, ഐ എൻജോയ് മണി ഫ്രീഡം. അത് മാത്രമേ നമ്മൾ പറയുള്ളൂ. വാട്ട്സ് യുവർ ഹെൽത്ത്? അതുകൊണ്ട് ആര് ചോദിച്ചാലും ഹൗ ആർ യു, ഹൗ ഇസ് യുവർ ഹെൽത്ത്? പെർഫെക്റ്റ് ഹെൽത്ത്. ബി. പിന്നെ സ്വിച്ച് വേർഡ്സ് പറയും. സ്വിച്ച് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ജെയിംസ് ടി മാങ്കൻ എന്ന് പറഞ്ഞൊരു സൈക്കോളജിസ്റ്റ്, അദ്ദേഹമാണ് അത് കോയിൻ ചെയ്തത്. അതായത് ഇപ്പോൾ നമ്മൾ എല്ലാവരും റിലീജിയസ് ആയിട്ടൊക്കെ പറയണമെന്നില്ലല്ലോ, സ്പിരിച്വൽ വേർഡ്സ് മന്ത്രാസ് ഒന്നും. അപ്പോൾ വേർഡ്സിന് എത്ര പവർ ഉണ്ടെന്ന് കണ്ട് ഹീ കോയിൻഡ് ലോട്ട്സ് ഓഫ് വേർഡ്സ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ്. മണിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വേർഡ് എന്ന് പറഞ്ഞാൽ കൗണ്ട്. അതുകൊണ്ടാണ് ഡിസ്കൗണ്ട് എന്നൊരു സംഗതിയില്ല. മണിയായിട്ട് റിലേറ്റ് ചെയ്തൊരു വേർഡ് കൗണ്ടാണ്. യു കൗണ്ട് ദ മണി. പിന്നെ കൗണ്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത്, ഇങ്ങോട്ടാണ് കൗണ്ട് ചെയ്യുന്നത്. പക്ഷേ എനർജി അങ്ങോട്ട് പോവുകയാണ്. ഇത് നമ്മൾ വെറ്റില വയ്ക്കുമ്പോൾ എങ്ങനെയാണ്? വെറ്റിലയിൽ വെച്ച് കൊടുക്കുമ്പോൾ എങ്ങനെയാണ്? നമ്മളെക്കാളും ഉയർന്ന കോൺഷ്യസ്നെസ്സിലുള്ള ആൾക്ക് നമ്മൾ വെറ്റിലയുടെ തുമ്പ് വയ്ക്കണത് അല്ലേ? അപ്പം നമ്മൾ അങ്ങോട്ടല്ല ഇങ്ങോട്ട്. പൈസ നമ്മൾ ഇങ്ങനെയല്ല, പലരും ഇങ്ങനെയാണ്. നമ്മളൊക്കെ അങ്ങനെ അകത്തേക്കാണ്. പിന്നെ അരിഗാറ്റോ ഇൻ, അരിഗാറ്റോ ഔട്ട്. എവിടെ പൈസ കൊടുക്കുമ്പോഴും താങ്ക് യു ഫോർ ദ അബണ്ടൻസ് ഓഫ് മണി. അത് പറയാമല്ലോ. പൈസ കൊടുത്തു കഴിയുമ്പോൾ നമ്മളൊരാൾക്ക് സഹായമായിട്ട് കൊടുക്കുമ്പോൾ പറയേണ്ട ഒരു സെന്റൻസ് ഇപ്പോൾ ഞാൻ പറയാറുണ്ട്, ലൈക്ക് ഈ പൈസ കം ബാക്ക് ഇൻ 10 ടൈം. അവർക്ക് അഭിവൃദ്ധി ഉണ്ടാവട്ടെ. അവർക്ക് ഇവർ തരുമോ തിരിച്ച്? അങ്ങനെ കൊടുക്കരുത്. അങ്ങനെയല്ല. ഇപ്പോൾ ബാങ്കിലാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞത് വെൻ യു ഗിവ് മണി ടു പീപ്പിൾ ദേ ക്യാൻ പേ, ദേ ആർ റിച്ച്. അവർ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് എടുക്കണമെങ്കിൽ ലെറ്റ് ദം ഫ്ലറിഷ് ആൻഡ് ലെറ്റ് ദം പേ ബാക്ക്. അല്ല ഗോൾഡ് കൊണ്ടൊന്ന് വെക്കുവാണ്. അവിടെ ആ ഒരു ബാങ്കിലുള്ള ഒരാൾക്കൊരു എമ്പതി ഉണ്ടെങ്കിൽ ഹാവ് ടേക്കൻ ക്ലാസ്സസ് ഫോർ ബാങ്ക് പീപ്പിൾ. അവരോട് ഞാൻ പറയും, നിങ്ങൾ ലോൺ കൊടുക്കുമ്പോൾ ഇവർ തിരിച്ചടയ്ക്കാൻ പറ്റുമോ? ഡിഫോൾട്ടേഴ്സ് ലിസ്റ്റ്. ആ ഡിഫോൾട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതങ്ങ് മാറ്റാൻ പറ്റും. അവർക്ക് എവിടെന്നെങ്കിലും പൈസ കിട്ടും. there are lots of avenues for us to get money. ആർക്കും കിട്ടും. ഇപ്പം നമ്മൾക്ക് ബിസിനസ് തുടങ്ങിയവരുണ്ട്, എത്ര പേരുണ്ടെന്ന് അറിയും. അവർ ഇതിൽ നിന്ന് തന്നെ ഫ്ലറിഷ് ചെയ്തവർ ഒത്തിരി പേരുണ്ട്. അല്ലെങ്കിൽ അവർക്ക് സാലറി കൂടിയൊന്നു. ഈ അടുത്ത് പൈസ കൊടുത്തിട്ട് ഒരാൾ സാലറി ഹാസ് ഇൻക്രീസ് സോ മച്ച്, ലാക്സിൽ ഇൻക്രീസ് വന്നിരിക്കണം. പക്ഷെ അവരുടെ ആറ്റിറ്റ്യൂഡാണ് പ്രാക്ടീസ്.